Hi, welcome to my channel Mathematics Made Easy by Mary MJ. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ ഫോക്കസ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇപ്പോൾ ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തെ ടൈപ്സ് ഓഫ് റിലേഷൻസ്, പിന്നെ അതിൽ വരുന്നതാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, പിന്നത്തെ ടോപ്പിക് അതിൽ വരുന്നത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്, പിന്നെ അതിൽ വരുന്ന ലാസ്റ്റ് പാർട്ടാണ് ഇൻവേർട്ടിബിൾ ഫങ്ഷൻ. ഇത്രയാണ് ഫോക്കസ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് റിലേഷൻ പറയുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയർ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊന്ന് ഡിസ്കസ് ചെയ്താൽ മാത്രമേ ടൈപ്സ് ഓഫ് റിലേഷൻസിലേക്ക് കടന്നാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം നമ്മുടെ റിലേഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പ്ലസ് വണ്ണിൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. ഇപ്പോൾ രണ്ട് സെറ്റ്, ഫസ്റ്റ് സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5, ബി ഈക്വൽ ടു സെറ്റ് 3 4 5 6 7. ഇങ്ങനെ രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ്? അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റ് എലമെൻറ്റും സെക്കൻഡ് സെറ്റ് എലമെൻറ്റും കൂടെ എഴുതുന്നതിനെയാണ് എ ക്രോസ് ബി അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ഫ്രം ദ ഫസ്റ്റ് സെറ്റ് ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് ഫ്രം ദ സെക്കൻഡ് സെറ്റ്. അപ്പോൾ അതിൽ വരുന്നത് ഓർഡേർഡ് പെയർ 1 3 1 4 1 5 1 6 1 7, പിന്നെ 2 3 2 4 2 5 2 6 2 7, then 3 3 3 4 3 5 3 6 3 7, then 4 3 4 4 4 5 4 6 4 7, പിന്നെ 5 3 5 4 5 5 5 6 5 7. ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. എ ക്രോസ് ബിയിൽ വരുന്ന എലമെന്റ്സ് ആണിത്. അപ്പോൾ ഇതിൽ വരുന്ന ഇത് എ ക്രോസ് ബിയിൽ നമുക്ക് ഫസ്റ്റ് എലമെന്റ് വിൽ ബി ഫ്രം ദ ഫസ്റ്റ് സെറ്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ് വിൽ ബി ഫ്രം ദ സെക്കൻഡ് സെറ്റ്. ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇനി അതിൽ ഒരു റിലേഷൻ, ഇതിൽ നമ്മൾ റിലേഷൻ എടുത്തു. R is equal to set of ordered pair x comma y such that x is greater than y where x is an element of A and y is an element of B. ഇങ്ങനെയാണെങ്കിൽ ആറിൽ വരുന്നത് എന്തൊക്കെയാണ് വരിക? എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വൈ. എക്സ് വലുതായിരിക്കണം. അപ്പോൾ എക്സ് വലുതാണെങ്കിൽ ഇതൊന്നും പറ്റില്ല. 1 3 1 4 ഒന്നും പറ്റില്ല. 2 3 പറ്റില്ല. ദെൻ 3 3 3 4 ഒന്നും പറ്റില്ല. പിന്നെ പറ്റുന്നതാണ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആകുമ്പോൾ എക്സ് വലുതായിരിക്കണം. എക്സ് വലുതാവണമെങ്കിൽ ഒന്ന് 4 3 സാറ്റിസ്ഫൈഡ് ആവും. പിന്നെ 4 4 4 5 4 6 4 7 അതിലൊന്നും എക്സ് ഗ്രേറ്റർ അല്ല. പിന്നെ വരുന്നതാണ് 5 3, പിന്നെ 5 4. ഇത്രയും എലമെന്റ്സ് മാത്രമേ ആ റിലേഷനിൽ വരുള്ളൂ. ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വരുന്ന റിലേഷൻ എഴുതിയതാണ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന എലമെന്റ്സ് 4 3 5 3 5 4 ഇത്രയും മാത്രമേ അതിൽ വരുന്ന എലമെന്റ്സ് ആവുള്ളൂ. അപ്പം ഇതിൽ മാത്രമേ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആവുന്നുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ഈ റിലേഷനിൽ വരുന്ന എലമെന്റ്സ് ഇറ്റ് ഇസ് ഫ്രം ദിസ് ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന് തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ വരുന്ന, അതായത് എ ക്രോസ് ബിയിൽ വരുന്ന എലമെന്റ്സ് ആണ് റിലേഷനിൽ വരുന്നത്. അപ്പോൾ റിലേഷൻ എന്താണ്? ശരിക്കും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. റിലേഷൻ ഇസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് റിലേഷൻ. ഈ റിലേഷനിൽ വരുന്ന ഫസ്റ്റ് എലമെന്റ്സിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമെയിനിൽ വരുന്നത് ആകെ 4ഉം 5ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡൊമെയിൻ എന്ന് പറയുന്നത്
റിലേഷനിൽ വരുന്ന ഫസ്റ്റ് സെറ്റ് എലമെന്റ്സ് ആണ് ഡൊമെയിൻ. അപ്പൊ ഡൊമെയിൻ ഇവിടെ എന്താണ്? ഡൊമെയിൻ ഇസ് ഫസ്റ്റ് സെറ്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 4,5. റേഞ്ചോ റിലേഷനിൽ വരുന്ന സെക്കൻഡ് സെറ്റ് എലമെന്റ്സ്, അതായത് 3,4, അതാണ് റേഞ്ച്. ഇനി കോഡൊമെയിൻ എന്താണ്? കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ദ കംപ്ലീറ്റ് സെക്കൻഡ് സെറ്റ്. കംപ്ലീറ്റ് സെക്കൻഡ് സെറ്റ് എന്താണ് ഇവിടെ? കംപ്ലീറ്റ് സെക്കൻഡ് സെറ്റ് ആണ് 3, 4, 5, 6, 7. 3, 4, 5, 6 and 7. അതാണ് കോഡൊമെയിൻ. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ദ സെക്കൻഡ് സെറ്റ് എലമെന്റ്സിനെയാണ് കോഡൊമെയിൻ. ഫുൾ സെക്കൻഡ് സെറ്റ് എലമെന്റ്സിനെയാണ് കോഡൊമെയിൻ. ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെറ്റ് എലമെന്റ്സ് ഇൻ ദ റിലേഷൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ second set elements in the relation, and relation is always a subset of Cartesian product. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റിലേഷനിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ റിലേഷൻ നമുക്ക് ഒന്നെങ്കിൽ ഇതിനെ പറയുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം, ഇതാണ് റോസ്റ്റർ ഫോം. അപ്പോൾ റിലേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഐദർ ഇൻ റോസ്റ്റർ ഫോമിൽ വേണമെങ്കിൽ റിലേഷൻ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡിൽ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ ഇതിന് നമുക്ക് എളുപ്പത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്ന വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ് ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം ആണ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് റിലേഷൻ. ആരോ ഡയഗ്രാം ഇസ് എ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. Presentation of a relation. എത്ര റിലേഷൻസ് ഉണ്ടാവും ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി? എത്ര റിലേഷൻസ് പോസിബിൾ ആയിരിക്കും? ഇപ്പം നമ്മൾ പറഞ്ഞു റിലേഷൻ ഇസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. അപ്പം നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ്സ് നോക്കിയാൽ പോരെ. അപ്പം നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2 raised to നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ക്രോസ് ബി. അതാണ് നമ്പർ ഓഫ് റിലേഷൻസ് വരിക. നമ്പർ ഓഫ് റിലേഷൻസ് ഓഫ് എ ക്രോസ് ബി. സപ്പോസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്ന് പറയുന്നത് പിയും നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി എന്ന് പറയുന്നത് ക്യൂ ആണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് ഇസ് therefore number of relations is equal to 2 raised to n of a into n of b, that is 2 raised to pq. അപ്പോൾ 2 raised to pq ആണ് number of relations. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻസ് എത്രയാണെന്ന് ഇറ്റ് ഈസ് എ സബ്സെറ്റ്. നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് ഈ റിലേഷൻ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയതുകൊണ്ട് സബ്സെറ്റ്സ് എത്രയുണ്ട് നോക്കിയാൽ മതി അല്ലേ. സബ്സെറ്റ്സ് നോക്കാൻ വേണ്ടി 2 raised to നമ്പർ ഓഫ് എലമെന്റ് ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ബി ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എൻ ഓഫ് എ ക്രോസ് ബി. സോ ദാറ്റ് ഈസ് എൻ ഓഫ് എ പിയും എൻ ഓഫ് ബി ക്യൂ ആണെങ്കിൽ 2 raised to pq ആണ് നമ്പർ ഓഫ് റിലേഷൻസ് വരിക. പിന്നെ ഒരു റിലേഷൻ R is equal to set of ordered pair A, B such that A, B is an element of R. ഇതിന് നമുക്ക് വേറൊരു നെയിം കൊടുക്കാം. D is equal to set of ordered pair A, B such that A, B element of R. റിലേഷനിൽ വരുന്നതാണ് A യും ബിയും. അപ്പം അങ്ങനെയാണെങ്കിൽ what is R inverse? R inverse എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് ഓഫ് ദ റിലേഷൻ. അപ്പോൾ ഈ എ ബിക്ക് പകരം ബി കോമ എ എന്ന് എഴുതിയാൽ ദാറ്റ് ഇസ് ഇൻവേഴ്സ്. ബി കോമ എ വിൽ ബി എൻ എലമെന്റ് ഓഫ് ആർ. ബിയും എയും ആറിലത്തെ എലമെന്റ്സ് ആണെങ്കിൽ ആർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി കോമ എ. അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് നോളജിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ വർഷത്തെ ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് റിലേഷൻസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് ഏരിയയിൽ വരുന്ന ഫസ്റ്റ് പാർട്ടാണിത്. അതിൽ ഫസ്റ്റ് വൺ ടൈപ്സ് ഓഫ് റിലേഷനിൽ വരുന്ന ഫസ്റ്റ് വൺ യൂണിവേഴ്സൽ റിലേഷനാണ്. ഫസ്റ്റ് വൺ ആണ് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും ഉണ്ടാവും. അതായത് ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ ഇസ് റിലേറ്റഡ് ടു എവറി എലമെന്റ് ഓഫ് എ,
if each element of A is related to every element of A, that is R is equal to A cross A. എല്ലാ എലമെന്റ്സും അതിനകത്ത് വരികയാണെങ്കിലാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി റിലേഷൻ if R is equal to set of ordered pair A comma A such that A is an element of A. രണ്ടും സെയിം ആണെങ്കിലാണ് നമ്മൾ ഐഡന്റിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞാലോ നോ എലമെന്റ് ഇസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ, അതാണ് എംപ്റ്റി റിലേഷൻ. മൂന്നാമത്തെയാണ് എംപ്റ്റി റിലേഷൻ ഓർ വോയിഡ് റിലേഷൻ. if no element of A is related to any element of A. ഒരു എലമെന്റ് അപ്പം നൾ സെറ്റ് ആയിരിക്കും, എ ക്രോസ് എയിൽ വരിക നൾ സെറ്റ് ആയിരിക്കും. പിന്നെ ഇനി ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ എ റിലേഷൻ ആർ സെറ്റ് ടു ബി റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. 3 കേസ് നമ്മളിവിടെ പഠിക്കാനുണ്ട്. അതായത് ഇക്വലൻസ് റിലേഷൻ, നാലാമത്തെയാണ് ഇക്വലൻസ് റിലേഷൻ. ഈ 3 കണ്ടീഷൻ, അതായത് ഇഫ് ഇറ്റ് ഇസ് റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ആൻഡ് ട്രാൻസിറ്റീവ്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് വി കോൾ ഇറ്റ് ആസ് ഇക്വലൻസ് റിലേഷൻ. അപ്പൊ എന്താണ് റിഫ്ലെക്സീവ് എന്നുള്ളത് ആദ്യം പഠിക്കണം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഇഫ് എവറി എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. ഇഫ് എവറി എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. എന്ന് വെച്ചാൽ ദറ്റ് ഇസ് എ കോമ എ ഇസ് എൻ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എ. ദറ്റ് ഇസ് റിഫ്ലെക്സീവ്. എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് സെയിം എലമെന്റിന് റിലേറ്റഡ് ആണെങ്കിൽ then we say that it is reflexive. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സിമെട്രിക് ആവുന്നത് എപ്പോഴാണ്? if A comma B element of R, then for all B comma A element of R. AB element of R ആണെങ്കിൽ then BA is element of R, then we call it as symmetric. പിന്നെ ട്രാൻസിറ്റീവ് എപ്പോഴാവുന്നേ? ട്രാൻസിറ്റീവ് ആവുന്നത് if AB element of R and BC element of R then AC element of R for all A comma B comma C element of R. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എ ബി എലമെന്റ് ഓഫ് ആർ ആയിരിക്കണം, പിന്നെ ബി സി എലമെന്റ് ഓഫ് ആർ ആണെങ്കിലും then AC should be element of R, then we call it as transitive. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഇക്വിവാലൻസ് റിലേഷൻ. ഈ 3 സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് ഇക്വലൻസ് റിലേഷൻ. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ is called an equivalent, is called an equivalence relation if
R is reflexive, symmetric and transitive. അപ്പോൾ ആ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് അതിൽ വരുന്നതാണ് ഫങ്ഷൻസ്. ആദ്യം ഓരോന്നിനെ ബേസ് ചെയ്തിട്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാം. ഫങ്ഷൻസ് എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പറയാം കേട്ടോ. ഫങ്ഷൻസ് കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്. ലെറ്റ് എ ആൻഡ് ബി ബി ടു നോൺ എംപ്റ്റി സെറ്റ്. എ ഫങ്ഷൻ എഫ് ഫ്രം എ ടു ബി is a correspondence which associates elements of set A to element of set B. സെറ്റ് എയിലുള്ള എലമെന്റ് സെറ്റ് ബി ആയിട്ട് വരുന്ന ആ ഒരു കറസ്പോണ്ടൻസ്, അതിനെയാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എല്ലാ എലമെന്റ്സും ഓൾ എലമെന്റ്സ് ഓഫ് സെറ്റ് എ ആർ അസോസിയേറ്റഡ് ടു എലമെന്റ്സ് ഇൻ സെറ്റ് ബി. എയിലുള്ള എല്ലാ എലമെന്റ്സും സെറ്റ് ബി ആയിട്ട് അസോസിയേറ്റഡ് ആയിരിക്കണം. പിന്നെ സെറ്റ് എയിലുള്ള എലമെന്റ്സ് യുണീക്ക് എലമെന്റ് ഇൻ സെറ്റ് ബി ആയിട്ടാണ് അസോസിയേറ്റഡ്. അല്ലാതെ ഇപ്പോൾ രണ്ട് സെറ്റ് 1 2 എ എന്ന് പറയുന്ന സെറ്റും സെറ്റ് എ, സെറ്റ് ബി എന്ന് പറയുന്നത് 3 5 6 ആണെങ്കിൽ ഈ ഫങ്ഷനിൽ വരുന്ന ഇതിൽ ഈ രണ്ടെണ്ണത്തിലും തമ്മിലുള്ള അസോസിയേഷൻ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു ഇതെടുത്തു. അതായത് എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡർഡ് പെയർ 1 3 1 5 2 6. ഇങ്ങനെയാണെങ്കിൽ ഇത് ഫങ്ഷൻ അല്ല. കാരണം സെറ്റ് എ ഷുഡ് ഹാവ് only one image in set, unique element. Element of set A is associated to unique element in set B. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് നോട്ട് എ ഫങ്ഷൻ. അപ്പോൾ ഫങ്ഷൻ ആവണമെങ്കിൽ എന്താണ്? if an element of set A is associated to a unique element in set B. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എലമെന്റ് ആയിട്ട് മാത്രമേ, ഇപ്പൊ ഇവിടെ കണ്ടോ 1 റിപ്പീറ്റ് ചെയ്ത് വരിക, യുണീക്ക് എലമെന്റ് അല്ല അല്ലേ. 1 3ലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്, 1 5ലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. therefore it is not a function. അതുകൊണ്ട് അത് ഫങ്ഷൻ അല്ലാത്തത് കേട്ടോ. പിന്നെ സെക്കൻഡ് സെറ്റ് എലിമെന്റ്സിന് നമ്മൾ പറയുന്നത് എന്താണ്? ഇമേജ് ഓഫ് എ. ഇതാണ് എ, ഇതാണ് ബി. സോ ബി is called the image of A and A is called the pre-image of B. B ന്റെ pre-image, ഇതാണ് pre-image, ഇതാണ് ഇമേജ്. ഇപ്പോൾ ഫങ്ഷൻ ആണെങ്കിൽ ഇതൊക്കെ പറയുള്ളൂ കേട്ടോ. ആൻഡ് ഇത് ഫങ്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? എഫ് ഇസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി. നമ്മൾ വായിക്കുന്നത് എഫ് ഇസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി. റൈറ്റ് ഇറ്റ് ആസ് എഫ് കോളൻ എ ടു ബി. ഇപ്പോൾ if an element of set A is associated to a unique element in set B, then we call it as then it is a function. And denoted as. ഇങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻ ആണെങ്കിൽ എഴുതുക. അപ്പോൾ ഇനി അടുത്തതാണ്, അപ്പോൾ ഇതാണ് ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? യുണീക്ക് എലിമെൻറ്റ് മാത്രമേ. If an element of set A is associated to a unique element in set B, then it is called a function. ഇപ്പോൾ രണ്ടാമത്തതാണ് ഇമേജ് ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് വണ്ണാണ് പ്രീ ഇമേജ് ഓഫ് സെക്കൻഡ് എലമെൻറ്റ്. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യമാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്.
അപ്പോൾ ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ വരുന്നത് ഒന്നാമത്തെ കാര്യം 1 ഫങ്ഷൻ. വൺ ഫങ്ഷൻ. സെക്കൻഡ് വൺ ആണ് ഓൺ ടു ഫങ്ഷൻ. വൺ ഓൺ ടു ആൻഡ് ലാസ്റ്റ് വൺ ഓൺ ടു ഫങ്ഷൻ. രണ്ടും കൂടെ വരുന്നത് വൺ ഓൺ ടു ഫങ്ഷൻ. ഇപ്പം എന്താണ് വൺ ഫങ്ഷൻ എന്ന് അറിയണം, എന്താണ് ഓൺ ടു ഫങ്ഷൻ എന്ന് അറിയണം. ഇപ്പം രണ്ടും കൂടെ വരുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ വൺ ഫങ്ഷൻ എന്താണ്? വാട്ട് ഈസ് എ വൺ ഫങ്ഷൻ? എ ഫങ്ഷൻ is said to be 1 if different elements of A have different images in B. അതാണ് വൺ ഫങ്ഷൻ. എന്താ വൺ ഫങ്ഷൻ? എ ഫങ്ഷൻ f from A to B is said to be an one function if different elements of A have different images in B. വൺ ആവണമെങ്കിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ് ഷുഡ് മാപ്പ് ടു ഡിഫറെൻറ്റ് ഇമേജസ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? അപ്പോൾ ഈ വൺ ഫംഗ്ഷന് വേറൊരു പേരും കൂടെ ഉണ്ട്, അതാണ് ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഇൻജെക്റ്റീവ്, ഇത് വേറൊരു പേരാണ് കേട്ടോ. ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ. ഇതെന്നാണ് വൺ ഫംഗ്ഷനും. ഇനി എത്ര വൺ ഫങ്ഷൻസ് പോസിബിൾ ആയിരിക്കും? നമ്പർ ഓഫ് വൺ ഫങ്ഷൻസ് ഫ്രം A to B is equal to npm if n greater than or equal to m and equal to 0 if n equal to 0. അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബിയും കിട്ടിയാൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആണെങ്കിൽ ദെൻ നമ്പർ ഓഫ് വൺ ഫംഗ്ഷൻ ഇസ് npm. ഒന്ന് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ, മറ്റേ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ബി. സോ അപ്പോൾ ഏതാണോ വലുത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m, അതിനനുസരിച്ചാണ് നമ്മളിവിടെ എഴുതുക കേട്ടോ. ഏതാണ് വലിയ നമ്പർ അതാണ് npm. പിന്നെ n ഈക്വൽ ടു 0 ആണെങ്കിൽ ദെൻ നമ്പർ ഓഫ് വൺ ഫങ്ഷൻസ് ഈക്വൽ ടു 0. പിന്നെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വൺ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ വൺ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് ആർബിട്രറി എലമെൻറ്റ്സ് എടുക്കണം ടു ചെക്ക് ദ ഇൻജെക്റ്റിവിറ്റി ഓഫ് എ ഫങ്ഷൻ. ഇൻജെക്റ്റിവിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ടേക്ക് ടു ആർബിട്രറി elements x1 and x2. പിന്നെ രണ്ടെണ്ണം എടുത്തു. ഇനി ചെക്ക് f of x1 ഈക്വൽ ടു f of x2. പിന്നെന്താ ചെയ്യേണ്ടത്? ഇഫ് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഇഫ് f of x1 ഈക്വൽ ടു f of x2 implies x1 equal to x2, only then the function is one function. വൺ ഫംഗ്ഷൻ ആവും, അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ ആവും, അല്ലെങ്കിൽ അല്ല, അല്ലേ?
അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു, ദെൻ വി സേ ദാറ്റ് ഇറ്റ് ഈസ് എ 1-1 ഫംഗ്ഷൻ ഓർ ഇൻജക്റ്റീവ് ഫംഗ്ഷൻ. അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ നോക്കേണ്ടത് ഓൺ ടു ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, എല്ലാ സെക്കൻഡ് സെറ്റ് എലമെൻസിനും ഇമേജസ് ഉണ്ടെങ്കിലാണ് നമ്മളതിനെ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഓൺ ടു ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ f from a to b is said to be an onto function, if every element of b that is second set element is the image of some element of A under F. ഏതെങ്കിലും ഒരു എലമെൻറ്റ്, എയിലുള്ള ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിട്ട് നമുക്ക് ബിത്തെ എലമെൻറ്റിനെ മാപ്പ് ചെയ്യാൻ പറ്റണം. അപ്പോൾ സെക്കൻഡ് സെറ്റ് എല്ലാത്തിനും ഇമേജസ് ഫസ്റ്റ് സെറ്റിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഓൺ ടു എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് വെച്ചാൽ എക്സിലുള്ള എല്ലാ എലമെൻസിനും വൈയിൽ ഇമേജസ് ഉണ്ടായിരിക്കണം. അതിനെയാണ് ഓൺ ടു എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിലാണ് 1-1 ഓൺ ടു. അപ്പോഴാണ് നമ്മളിതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻജക്റ്റീവ്, പിന്നെ രണ്ടാമത് ഓൺ ടുവിന് പറയുന്ന വേറൊരു പേരാണ് സർജക്റ്റീവ്. ഇപ്പോൾ 1-1 ഓൺ ടുവിന് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. ബൈജക്റ്റീവ് എന്ന് വെച്ചാൽ എ ഫംഗ്ഷൻ f from a to b is said to be 1-1 on 2 if it is both 1-1 and on 2. രണ്ടും ആണെങ്കിലാണ് അത് ബൈജക്റ്റീവ് ആവുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. 3 ടൈപ്പ് ഫങ്ഷൻ പഠിക്കുന്നുണ്ട്. 1-1 ഓൺ ടു, 1-1 ഓൺ ടു, അതായത് ഇൻജക്റ്റീവ്, സർജക്റ്റീവ്, ബൈജക്റ്റീവ്. ആദ്യം നമ്മൾ ചെയ്തതാണ് ഇക്വലൻസ്, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇനി ഇതിൽ വരുന്ന അടുത്ത പാർട്ടാണ് കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസ്. ഈ കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 3 സെറ്റാണ് അവിടെ എടുക്കുക. അപ്പോൾ 1 സെറ്റ്, 2 സെറ്റ്, 3 സെറ്റ്. ആൻഡ് ലെറ്റ് ദിസ് ബി എ, ബി ആൻഡ് സി. ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു എലമെൻറ്റ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കും. ഇങ്ങോട്ട് ഇവിടെ ഫങ്ഷൻ എഫ് ആണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഫങ്ഷൻ എഫ് ആണ്. അങ്ങനെയാകുമ്പോൾ എഫ് ഇസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി. അപ്പോൾ ബിയിലത്തെ എലമെൻറ്റിനെയാണ്, എക്സ് ആണ് എലമെൻറ്റ്, എഫ് ആണ് ഫങ്ഷൻ. സോ ദിസ് എലമെൻറ്റ് വി കോൾ ഇറ്റ് ആസ് എഫ് ഓഫ് എക്സ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള, അതായത് ബിന്ന് സിയിലേക്കുള്ള ഫങ്ഷൻ ജി ആണെന്ന് വിചാരിക്കുക. ജി ഇസ് എ ഫങ്ഷൻ ഫ്രം ബി ടു സി. അപ്പോൾ ബിയിലുള്ള എലമെൻറ്റ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ സിയിലുള്ള എലമെൻറ്റ് എന്തായിരിക്കും? ഇവിടെ ഫങ്ഷൻ ജി ആണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നിന്ന് ഏന്ന് സിയിലേക്കുള്ള ഫങ്ഷൻ ആണെങ്കിലോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഫങ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഏന്ന് സിയിലേക്കുള്ള ആണെങ്കിൽ ഈ ഫങ്ഷൻ എഫും ഈ ഫങ്ഷൻ ജി ആയതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് ജി കോമ്പസിഷൻ എഫ്. അപ്പോൾ കോമ്പസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ
എക്സ് ഫസ്റ്റ് സെറ്റ് എലമെൻറ്റ്, സെക്കൻഡ് സെറ്റ് എലമെൻറ്റ് എഫ് ഓഫ് എക്സ്, അവിടെ നിന്നുള്ള ഫംഗ്ഷനാണ് എഫ്. സെക്കൻഡ് ഫംഗ്ഷനിൽ നിന്ന്, അതായത് സെക്കൻഡ് സെറ്റിൽ നിന്ന് തേർഡ് സെറ്റിലേക്കുള്ള ഫംഗ്ഷനാണ് ജി. സോ എന്ന് സിയിലേക്കുള്ള ആ ഫംഗ്ഷൻ പറയുന്നതാണ് ജി കോമ്പസിഷൻ എഫ്. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് എഫും പിന്നെ ജിയും ആണ്, പക്ഷെ ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റിലേക്കുള്ളതാണ് ജി കോമ്പസിഷൻ എഫ്. ഇനി അവസാനത്തെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗമാണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. ഇപ്പോൾ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, ജി ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി, ബി ടു ഫംഗ്ഷൻസ്. കോമ്പസിഷൻ ഓഫ് എഫ് ആൻഡ് ജി, കോമ്പസിഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ജി കോമ്പസിഷൻ എഫ്. എഫും ജിയും രണ്ട് ഫംഗ്ഷൻസ് ആണെങ്കിൽ ജി കോമ്പസിഷൻ എഫ് ആണ് കോമ്പസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്. സോ F and G are two functions. എഫും ജിയും രണ്ട് ഫംഗ്ഷനാണ് കണ്ടോ, എന്ന് ബിയിലേക്കും ബിന്ന് സിയിലേക്കും. സോ ജി കോമ്പസിഷൻ എഫ് എന്താണ്? ജി കോമ്പസിഷൻ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫ്രം എ ടു സി. So what is G composition f of x? Then what is G composition f of x? G composition f of x is the same as G of f of x. Invertible function എന്ന് പറയുമ്പോൾ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആയിട്ടില്ല, അതിൻ്റെ നമ്മൾ അതിൻ്റെ ആ ഒരു കോമ്പസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ് എന്താണെന്നാണ് പറയുന്നത്. എഫ് ആൻഡ് ജി ആർ ടു ഫംഗ്ഷൻസ്. ഇപ്പോൾ ജി കോമ്പസിഷൻ എഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫ്രം എ ടു സി. ജി കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ കാണണമെങ്കിൽ സപ്പോസ് എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x plus 3. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണം. ഓൾസോ ഫൈൻഡ് എഫ്. സോ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആണ് അല്ലേ? ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആണ് കണ്ടോ, സെക്കൻഡ് സെറ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതിന് നമ്മൾ വൈ എന്ന് എടുക്കുക, വൈ ആണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ദിസ് ഇസ് വൈ ഇസ് ഈക്വൽ ടു 4x plus 3. ഇവിടുന്ന് എക്സ് എന്താ വരിക? എക്സ് ഇസ് ഈക്വൽ ടു y minus 3/4. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സിന് പകരം y minus 3/4. ഇനി എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ ആ എക്സിന് പകരം ഈ വാല്യൂ, ഇതാണ് എക്സ്, എഫ് ഇൻറ്റു എഫ് ഇൻറ്റു 4 ഇൻറ്റു എക്സിൻ്റെ പകരം എന്താണ്? y minus 3/4. y minus 3/4 പ്ലസ് 3. 4 ഇവിടെ ക്യാൻസൽ ആവും. സോ y minus 3 plus 3 that's equal to y. Therefore f is invertible. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഓൺ ടു ആണ്. കാരണം സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് എലമെൻറ്റ്സ് വരുന്നുണ്ട് അവിടെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൺ ടു. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇത് 1 ആണ് അല്ലേ? 1 ആണെന്ന് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് എഫ് ഇസ് ഓൺ ടു. എങ്ങനെയാണ് ഇത് 1 ആണെന്ന് കാണിക്കുക? ഓൺ ടു ആണ് കിട്ടി. 1 ആണെന്ന് കാണിക്കണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ദാറ്റ് ഈസ് 4x1 plus 3 is equal to 4x2 plus 3. 3 ക്യാൻസൽ ചെയ്യാം. സോ ദാറ്റ് മീൻസ് 4x1 minus 4x2 അല്ലെങ്കിൽ 4x1 is equal to 4x2. 4 കോമൺ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? x1 ഈക്വൽ ടു x2. Therefore x1 equal to x2 കിട്ടിക്കഴിഞ്ഞാൽ it is 1.
ഇപ്പോൾ നമ്മൾ എഫ് ഇസ് ഓൺ ടു എന്നും പ്രൂവ് ചെയ്തു. അപ്പോൾ 1 1 ഓൺ ടു ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ. എഫ് ഇസ് 1 1 ഓൺ ടു, therefore invertible. വൺ വണ്ണും ഓൺ ടു ആണെങ്കിൽ അതെന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. ഇനി അതിൻ്റെ ഇൻവേഴ്സ് കാണണം. അപ്പോൾ ഇൻവേർട്ടിബിൾ ആവാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി 1 1 ഓൺ ടു. ഇനി അതിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് കാണണം. അപ്പോൾ ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുക? ഇവിടെ നമുക്ക് ഓൾറെഡി എക്സ് കിട്ടിയിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു വൈ മൈനസ് 3/4. എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് വൈ ആണ്. ഇസ് ഈക്വൽ ടു വൈ മൈനസ് 3/4. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് 3/4. സോ അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നമ്മൾ ഓൾറെഡി എക്സിൻ്റെ വാല്യൂ കാണുന്നുണ്ട്. ആ എക്സിന് പകരം എഫ് ഇൻവേഴ്സ് വൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവേഴ്സ് കിട്ടി. ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണമെങ്കിൽ 1 1 ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ 1 1 ഓൺ ടു ആണെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഫൈൻഡ് ദ ഇൻവേഴ്സ്. ഇതൊക്കെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നത്. ഇനി അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. Problems. First question, consider the set A equal to set 1 2 3 4 5, B equal to 1 4 9 16 and 25, and a function f from A to B defined by f of 1 equal to 1, f of 2 equal to 4, f of 3 equal to 9, f of 4 equal to 16, f of 5 is equal to 25. Show that f is 1 1, on to f is 1 1 എന്ന് കാണിക്കണം, f is on to എന്ന് കാണിക്കണം. Does f inverse exist? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് കാണേണ്ടത് വെദർ ഇറ്റ് ഇസ് 1 1 on to. ഇപ്പോൾ 1 1 on to ആണോ നോക്കണമെങ്കിൽ ആദ്യം എഫിൽ വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് എഴുതണം. ഇവിടെ എഫ് ഓഫ് 1 തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഫ് ഈക്വൽ ടു, ഞാൻ ഫസ്റ്റ് എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ 1 ആണ്, അതായത് 1 1, പിന്നെ 2 4, 3 9, 4 16, 5 25. ഇപ്പോൾ എല്ലാ എലമെൻസും വേറെ ഡിഫറെൻ്റ് എലമെൻസിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഫോർ ഇറ്റ് ഇസ് 1 1. എവ്രി എലമെൻറ്റ് in A is mapped to different elements in B. Therefore it is 1 1. 1 1 ആണ് പ്രൂവ് ചെയ്തു. പിന്നെന്താണ്? ഓൺ ടു ആണ് കാണിക്കണം. ഓൺ ടു ആണെങ്കിൽ സെക്കൻഡ് സെറ്റ് എലമെൻസിൻ്റെ സെക്കൻഡ് സെറ്റ് കംപ്ലീറ്റ് എലമെൻസിന് ഇമേജസ് ഉണ്ടായിരിക്കണം.
അപ്പോൾ സെക്കൻഡ് സെറ്റ് ഉണ്ടോ നോക്ക്. 1 4 9 16 25 1 4 9 16 25 എല്ലാ സെക്കൻഡ് സെറ്റ് എലമെൻസും അതിലുണ്ട് അല്ലേ. അപ്പോൾ ഓൺ ടു ആണ്. ദാറ്റ് ഈസ് R of F, range of F is equal to 1 4 9 16 and 25. Therefore which is equal to B എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. therefore on to ആണ്. അപ്പോൾ 1 1 on to ആണ്. therefore F inverse exists. Since F is 1 1 on to, then F inverse exist. അപ്പോൾ F inverse exist ചെയ്യും. ആൻഡ് വാട്ട് ഈസ് F inverse? F inverse എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് റിവേഴ്സ് ചെയ്ത് എഴുതുക. ദറ്റ് ഈസ് 1 1 4 2 9 3 16 4 25 5. അപ്പോൾ അതാണ് നമ്മളോട് ചോദിച്ചത്. 1 1 on 2 എന്ന് കാണിക്കും വേണം. F inverse എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും കാണിക്കണം. അപ്പോൾ 1 1 on 2 ആണെങ്കിൽ എന്തായാലും F inverse ഉണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The function P is defined as to each person on the earth is assigned a date of birth. Is this function 1 1? Give reason. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ P ആണ്. It is defined as to each person, ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇത് 1 1 ഫംഗ്ഷൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് 1 1 ഫംഗ്ഷൻ ആണെങ്കിൽ 1 1 ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് എ 1 1 ഫംഗ്ഷൻ? If the images of distinct elements of X under F are distinct. എല്ലാ ഇമേജസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഒരു എലമെൻറ്റ് മാപ്പ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഇമേജസിലേക്ക് ആയിരിക്കും. അപ്പോൾ യുണീക്ക് ഇമേജസ് ആയിരിക്കണം അല്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ X1 ഒരു എലമെൻറ്റ് ഫസ്റ്റ് സെറ്റിലത്തെ എലമെൻറ്റ്സ് ആണ് X1 ഉം X2. ഇറ്റ് ഈസ് മാപ്പിംഗ് ടു ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ സെക്കൻഡ് സെറ്റ്. അതായത് F of X1 ആദ്യത്തെ X1 മാപ്പിംഗ് ടു F of X1 ആൻഡ് X2 മാപ്പിംഗ് ടു F of X2. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വിൽ ബി മാപ്പിംഗ് ടു ഡിഫറെൻറ്റ് ഇമേജസ്. അങ്ങനെയാണ് 1 1 ഫംഗ്ഷൻ. അല്ലെങ്കിൽ സെയിം എലമെൻറ്റ്സ് ആണെങ്കിൽ സെയിം ഇമേജസ്. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, അപ്പോൾ ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം അല്ലേ. പക്ഷേ ഇവിടെയോ ചിലവർക്ക് സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവില്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്നത് P എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? P എന്ന് പറയുന്നത് 1 1 ആവുമോ? 1 1 ആവില്ല. കാരണം എന്താ റീസൺ? കുറച്ച് പേർക്ക് സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ ഡിഫറെൻറ്റ് ഇമേജസിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്, എല്ലാം വേറെ വേറെ ആൾക്കാരാണ്. പക്ഷെ ചില ഡേറ്റ് ഓഫ് ബർത്ത് ഒരേ ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് മാപ്പ് ചെയ്യും. ഒരു ദിവസം ഇത്ര കുട്ടികൾ ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത്സ് സെയിം ആവാം. സോ ഇറ്റ് ഈസ് നോട്ട് 1 1 ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ആൻസർ ഇറ്റ് ഈസ് നോട്ട് 1 1. അതിൻ്റെ റീസൺ എന്താണ്? സിൻസ് different persons have same birthdays. ഇപ്പോൾ യുണീക്ക് ഇമേജസ് ആയിരിക്കില്ല. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Consider the function f from 0 to pi by 0 pi by 2 to r given by f of x equal to sin x and g is a function given by g of x equal to cos x. Show that f and g are 1 1 function. എങ്ങനെയാണ് എഫും ജിയും 1 1 ഫംഗ്ഷൻ എന്ന് കാണിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? f of x equal to sin x ഉം g of x equal to cos x ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് 1 1 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ 1 1 ഫംഗ്ഷൻ ആവണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ 1 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് മാപ്പിംഗ് ടു ഡിഫറെൻറ്റ് ഇമേജസ് ആണ് അല്ലേ. കാരണം ഇത് 1 1 ആവാനുള്ള റീസൺ എന്താ? ഇൻ ദ ഡൊമെയിൻ വാല്യൂ ഈ ഫസ്റ്റ് ഡൊമെയിൻ അതായത് 0
pi by 2 ആണ് ഡൊമെയിൻ. സിൻസ് ഫോർ ഈച്ച് വാല്യൂ ഇൻ ദ ഡൊമെയിൻ ബോത്ത് ഹാവ് ഓൺലി വൺ ഇമേജ്. അപ്പോൾ 0 pi by 2ൻ്റെ ഇടയ്ക്ക് രണ്ടിനും ഓരോ ഇമേജസ് തന്നെയാണ് അല്ലേ. എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ 0 pi by 2 എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ഗിവിങ് വാല്യൂ ഫോർ എക്സ് 0 to pi by 2ൻ്റെ ഇടയ്ക്കുള്ള വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ എന്താ സൈൻ എക്സ് വരിക? എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ സൈൻ 0 is 0. എക്സിന് വാല്യൂസ് ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക അപ് ടു pi by 2 വരെ. അപ്പോഴൊക്കെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഡിഫറെൻറ്റ് ഇമേജസ് ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ് 1 ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആർ 1 in the domain value in the domain 0 to pi by 2. It has only since for each value in domain 0 comma pi by 2 both have only one image. Both have only one image. പിന്നെ അതിൽ ചോദിച്ചിരിക്കുന്ന ഈസ് എഫ് പ്ലസ് ജി 1 എഫ് പ്ലസ് ജി 1 ആണോ? എഫ് പ്ലസ് ജി, വാട്ട് ഇസ് എഫ് പ്ലസ് ജി? എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, അതായത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണ്. പിന്നെ എഫ് പ്ലസ് ജി ഓഫ് 0, അപ്പോൾ 0 കോമ പൈ ബൈ 2ലാണ് നോക്കുന്നത്. എഫ് പ്ലസ് ജി ഓഫ് 0 എന്ന് വെച്ചാൽ സൈൻ 0 പ്ലസ് കോസ് 0, ദാറ്റ് ഇസ് 1. അതേപോലെ നമ്മൾ എഫ് പ്ലസ് ജി ഓഫ് പൈ ബൈ 2 നോക്കുകയാണെങ്കിലോ സൈൻ പൈ ബൈ 2 പ്ലസ് കോസ് പൈ ബൈ 2. സൈൻ പൈ ബൈ 2 1, കോസ് പൈ ബൈ 2 0, അപ്പോഴും സമ്മ് വരുമ്പോൾ 1 വരുന്നത് അല്ലേ. അപ്പോൾ എന്താ ഉണ്ടായിരിക്കുന്നത്? 0യും പൈ ബൈ 2 മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. 0 and pi by 2 is mapping to 1. Hence f plus g is not 1 അല്ല. ഇനി അതിൽ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. The number of 1 functions from a set containing 2 elements to a set containing 3 elements. The number of 1 functions, എങ്ങനെയാണ് നമ്പർ ഓഫ് 1 ഫങ്ഷൻസ് കണ്ടുപിടിക്കുക? ഞാൻ ആ നോട്ട്സിൽ പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. നമ്പർ ഓഫ് 1 ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് NPM where n is greater than or equal to m. ഇതാണ് നമ്പർ ഓഫ് 1 ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഒരെണ്ണത്തിൽ 2 എലമെൻസും ഒന്നിൽ 3 എലമെൻസും ആണെങ്കിൽ നമ്പർ ഓഫ് 1 ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് 1 ഫംഗ്ഷൻ is equal to 3p2. n greater than m ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണ്, 3p2. 3p2 എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ ബൈ 3 മൈനസ് 2 ഫാക്ടോറിയൽ. That's equal to 3 factorial by 1 factorial. It is 3 into 2, that's equal to 6. അപ്പോൾ 6 1 functions ആണ് അവിടെ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എക്സ് എലമെന്റ് ഓഫ് ആർ, ദെൻ ഫൈൻഡ് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ്. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ആണ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ്, ഇറ്റ് ഈസ് എഫ് ഓഫ് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥലത്ത് എക്സ് സ്ക്വയർ ആക്കിയാൽ മതി. സോ സൈൻ എക്സ് സ്ക്വയർ. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ലെറ്റ് യു ആൻഡ് വി ബി 2 ഫങ്ഷൻസ്. യു ഓഫ് എക്സ് 2x മൈനസ് 3യും വി ഓഫ് എക്സ് 3x പ്ലസ് 3 പ്ലസ് എക്സ് ബൈ 2 രണ്ടും
യു ആൻഡ് വി ആർ ഇൻവേഴ്സ് ടു ഈച്ച് അതർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻവേഴ്സ് ടു ഈച്ച് അതറിന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് യു കോമ്പസിഷൻ വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വി കോമ്പസിഷൻ യു ഓഫ് എക്സ്. അപ്പോൾ യു കോമ്പസിഷൻ വി ഓഫ് എക്സ് ഇസ് ദ സെയിം ആസ് യു ഓഫ് വി ഓഫ് എക്സ്. ദാറ്റ് ഈസ് യു ഓഫ് വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3 പ്ലസ് എക്സ് ബൈ 2. ഇനി യു ഓഫ് എക്സ് 2x മൈനസ് 3 ആണ് യു ഓഫ് എക്സ്. അപ്പോൾ എക്സിന് പകരം നമ്മൾ 3 പ്ലസ് എക്സ് ബൈ 2 ഇടണം. അപ്പോൾ 2 ഇൻറ്റു 3 പ്ലസ് എക്സ് ബൈ 2 മൈനസ് 3. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ആകുമ്പോൾ 3 പ്ലസ് എക്സ് മൈനസ് 3 ദാറ്റ്സ് ഈക്വൽ ടു എക്സ്. അതേപോലെ വി കോമ്പസിഷൻ യുവും കാണണം. വി കോമ്പസിഷൻ യു ഓഫ് എക്സ്, വി ഓഫ് യു ഓഫ് എക്സ് ദാറ്റ്സ് ഈക്വൽ ടു വി ഓഫ് യു ഓഫ് എക്സ് നമുക്ക് തന്നിരിക്കുന്നത് 2x മൈനസ് 3 ആണ്. ഇനി വി ഓഫ് എക്സ് എന്ന് പറയുന്നത് വി ഓഫ് എക്സ് ഇസ് 3 പ്ലസ് എക്സ് ബൈ 2. അപ്പോൾ അവിടെ എക്സിന് പകരം 2x മൈനസ് 3 കൊടുക്കുക. 3 പ്ലസ് എക്സിന് പകരം 2x മൈനസ് 3 ബൈ 2. അപ്പം ന്യൂമറേറ്റർ എന്താവും? 3 മൈനസ് 3 ക്യാൻസൽ ആവും. ബാക്കി 2x ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയേ? യു കോമ്പസിഷൻ വി ഇസ് ഈക്വൽ ടു വി കോമ്പസിഷൻ യു. അതിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് ഇസ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. യു ആൻഡ് വി ആർ ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If f of x equal to x by x minus 1, x not equal to 1, find f composition f of x. F composition f of x. F composition f of x is the same as f of x. ഇനി f of x നമുക്കറിയാം x by x minus 1 ആണ്. അപ്പോൾ f of x എന്ന് പറയുന്നത് x by x minus 1 ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ബൈ എക്സ് മൈനസ് 1 എന്ന് പറയുമ്പോൾ എക്സ് എവിടെ ഉണ്ടോ അവിടെ എക്സ് ബൈ എക്സ് മൈനസ് 1 കൊടുക്കണം. ഇപ്പം എക്സ് ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ അവിടെ എക്സ് ബൈ എക്സ് മൈനസ് 1, താഴെയാണെങ്കിലും എക്സ് ബൈ എക്സ് മൈനസ് 1 മൈനസ് 1, എക്സ് ബൈ എക്സ് മൈനസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇപ്പം ഇവിടെ ഈ താഴത്തെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ എക്സ് ബൈ എക്സ് മൈനസ് 1ഉം ഡിനോമിനേറ്റർ എക്സ് മൈനസ്, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു, താഴത്തെ ആ എക്സ് മൈനസ് 1 ഡിനോമിനേറ്ററിലത്തെ ക്യാൻസൽ ആവും. ന്യൂമറേറ്ററിൽ എക്സും താഴെ എക്സ് മൈനസ് എക്സ് പ്ലസ് 1ഉം. ആ എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് കിട്ടുന്നതാണ് എക്സ്. അപ്പം അതാണ് എഫ് കോമ്പസിഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. അല്ല, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എഫ് ഓഫ് എക്സിൽ എക്സിന് പകരമാണ് ഇവിടെ എക്സ് ബൈ എക്സ് മൈനസ് 1. അപ്പോൾ ഇവിടെയാണെങ്കിലും എക്സിന് പകരം എക്സ് ബൈ എക്സ് മൈനസ് 1 കൊടുത്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇനി ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. ഇപ്പം ഇൻവേഴ്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഓൾറെഡി എഫ് കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് കിട്ടിയത് എക്സ് എന്നാണ് കിട്ടിയത്. അപ്പോൾ എഫ് കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് എക്സ് ആണെങ്കിൽ വാട്ട് ഈസ് എഫ് ഇൻവേഴ്സ് എക്സ്? ഇത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് മൈനസ് 1 തന്നെ, വേർ എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ എഫ് കോമ്പസിഷൻ എഫ് ഓഫ് എക്സ് എക്സ് ആയതുകൊണ്ടാണ് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ എക്സ് മൈനസ് 1. ഇനി നെക്സ്റ്റ് വൺ. കൺസിഡർ ദ റിലേഷൻ ഇൻ ദ സെറ്റ് n of natural numbers defined as r equal to set of ordered pair AB such that AB is a factor of 6. Determine whether the relation is reflexive, symmetric or transitive. ഇത് റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ഇപ്പോൾ റിഫ്ലെക്സീവ് ആണെങ്കിൽ എ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം. അതായത് ഇപ്പോൾ 2 ഉണ്ടെങ്കിൽ 2 ഈസ് എ ഫാക്ടർ എന്ന് വെച്ചാൽ 2 ഷുഡ് ബി ആൻ എലമെൻറ്റ്.
ഓഫ് ആർ. അതേപോലെ അപ്പോൾ ഏതൊക്കെ നമുക്ക് ഇവിടെ സെറ്റിൽ വരുന്നുണ്ട് അതെല്ലാം തന്നെ ഇപ്പോൾ 1 1 2 2 3 3 4 4 ഒക്കെ ഈ റിലേഷനിലുള്ള ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എ ബിയുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ മതി. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് 6? 6ൻ്റെ ഫാക്ടേഴ്സ് 1 2 3 ആൻഡ് 6. അപ്പോൾ ഈ ആറിൽ എന്തൊക്കെ വരണം? 1 1 ഉണ്ടാവണം, 2 2 ഉണ്ടാവണം, 3 3 ഉണ്ടാവണം, 6 6 ഉണ്ടാവണം. പക്ഷേ ഇതിനകത്ത് അതൊക്കെ വരുന്നുണ്ടോ നോക്കുക. വരുന്നുണ്ടോ? 1 1 is not 1 1 ഉണ്ടാവും അല്ലേ? 1 into 1 എന്ന് വെച്ചാൽ ഇസ് എ ഫാക്ടർ ഓഫ് 6. 1 ഫാക്ടറാണ്. പക്ഷേ 2 2 ഉണ്ടാവുമോ? 2 2 എലിമെൻ്റ് ഓഫ് ആർ ആവുമോ? 2 2 എലിമെൻ്റ് ഓഫ് ആർ ആവുകയാണെങ്കിൽ 2 into 2 4 ആ കിട്ടുള്ളൂ. പക്ഷേ 4 is not a factor. So 2 2 is not an element of R. That means not reflexive. മനസ്സിലായില്ലേ? റിഫ്ലെക്സീവ് എങ്ങനെയാണ് നോക്കുക? 6ൻ്റെ ഫാക്ടേഴ്സ് എടുക്കുക. 6ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1 2 3 and 6. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 1 1 2 2 3 3 and 6 6 ഈ ആറിലുണ്ടായിരിക്കണം. പക്ഷെ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ 1 1 എലിമെൻ്റ് ആണെങ്കിൽ 1 into 1 ഇസ് എ ഫാക്ടർ ഓഫ് 6. 2 2 ആണെങ്കിലോ 2 into 2 അത് 4 വരുള്ളൂ. അത് 4 is not a factor of 6. അപ്പോൾ അത് വരില്ല. 3 3 ആണെങ്കിലോ 3 into 3 that is 9. അതും ഫാക്ടർ അല്ല അല്ലേ? അപ്പോൾ അങ്ങനെ കുറേ ഇതിനകത്ത് വരാത്ത റിലേഷനിൽ വരാത്ത കുറേ ഓർഡർ പെയർസ് ഉണ്ടാവും. അപ്പോൾ അത് റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ 1 1 2 2 3 3 6 6 ഇത്രയും ഉണ്ടെങ്കിലേ അത് റിഫ്ലെക്സീവ് ആവുള്ളൂ. പിന്നെ രണ്ടാമത്തെ എന്താ? സിമെട്രിക്. സിമെട്രിക്കിന് ഏതെങ്കിലും എക്സാമ്പിൾ എടുത്താലും ഇപ്പോൾ എ ബി എലമെൻ്റ് ഓഫ് ആർ, എ ബി എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിൽ ദെൻ ബി എ വിൽ ബി ഡെഫിനറ്റ്ലി എലമെൻ്റ് ഓഫ് ആർ ആയിരിക്കും. കാരണം അതിൻ്റെ പ്രോഡക്റ്റ് എ ഇൻറ്റു ബി തന്നെയാണ് ബി ഇൻറ്റു എ. ദെർഫോർ സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുക? ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എ ബി എലമെൻ്റ് ഓഫ് ആർ പിന്നെ ബി സി എലമെൻ്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിലേ ട്രാൻസിറ്റീവ് ആവുള്ളൂ. ഇതാണ് ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ. ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. 3 2 എലമെൻ്റ് ഓഫ് ആർ, കാരണം 3 into 2 6 ആണ്. പിന്നെ വേറെ ഒരെണ്ണം എടുക്കുക 2 3, അതും എലമെൻ്റ് ഓഫ് ആർ ആണ്. എലമെൻ്റ് ഓഫ് ആർ ആയിട്ട് വരുന്നതിലത്തെ രണ്ടെണ്ണം എടുത്തു ഞാൻ. 3 2 2 3 ബോത്ത് ആർ എലമെന്റ്സ് ഓഫ് ആർ. അപ്പം അങ്ങനെയാണെങ്കിൽ 3 3 ഷുഡ് ബി എൻ എലമെന്റ് ഓഫ് ആർ. ഇവിടെ 3 3 എന്ന് പറഞ്ഞാൽ 3 into 3 9 ആണ്. ഇറ്റ് ഇസ് നോട്ട് എൻ എലമെന്റ് ഓഫ് ആർ അല്ലേ? എ ബി ഇസ് എ ഫാക്ടർ ഓഫ് 6. അപ്പോൾ ഇവിടെ 3 3 നോട്ട് എൻ എലമെന്റ് ഓഫ് ആർ, therefore not transitive. അപ്പം ഇങ്ങനെയാണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് മൂന്നും ആയാൽ മാത്രമേ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ അത് ഇക്വലൻസ് ആവുള്ളൂ കേട്ടോ. അതേപോലെ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 2 എണ്ണം എലമെന്റ് ഓഫ് ആർ ആവുമ്പോൾ അതും എ ബി ബി സി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ മാത്രമേ എ സി എലമെന്റ് ഓഫ് ആർ ആണെന്ന് ചെക്ക് ചെയ്യുള്ളൂ. പിന്നെ നെക്സ്റ്റ്, പിന്നെ അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് 6th one. Let R be a relation defined on A by R is equal to set of ordered pair 1 3 3 1 2 2. അപ്പോൾ R is reflexive ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? റിഫ്ലെക്സീവ് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. ഇതിലത്തെ ഏതോ ഓപ്ഷനാണ് സാറ്റിസ്ഫൈഡ് ആവുക? 1 3 into 3 1 ഉണ്ട്. അപ്പോൾ സിമെട്രിക് ആണ്. 2 2 മാത്രമേ വരുന്നുള്ളൂ. അത് റിഫ്ലെക്സീവ് അല്ല. കാരണം എയിലുള്ളത് 1 2 3 ആണ്. അപ്പോൾ 1 1 2 2 3 3 ഉണ്ടായിരിക്കണം. അപ്പോൾ 2 2 മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് നോട്ട് റിഫ്ലെക്സീവ്. പക്ഷെ അത് സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ? 1 3 into 3 1 ഉണ്ട്, പക്ഷെ 1 1 ഇല്ല. അപ്പോൾ ട്രാൻസിറ്റീവ് അല്ല. സോ
ഇത് സിമെട്രിക് മാത്രമാണ്. അപ്പോൾ 6th A ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സിമെട്രിക്. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് F composition G and G composition F if f of x equal to mod x plus 1 and g of x equal to 2x minus 1. F composition g of x is equal to f of g of x equal to f of g of x എന്ന് പറയുന്നത് 2x minus 1 ആണ്. അപ്പോൾ f of x mod x plus 1 ആയതുകൊണ്ട് f of 2x minus 1 എന്ന് പറഞ്ഞാൽ x-ന് പകരം നമ്മൾ 2x minus 1 കൊടുക്കണം. അപ്പോൾ mod 2x minus 1 plus 1 which is equal to 2x. ഇനി അതേപോലെ g composition f of x, g composition f of x equal to g of f of x equal to g of f of x എന്ന് പറഞ്ഞാൽ mod x plus 1. അപ്പോൾ g of x എന്ന് പറഞ്ഞാൽ 2x minus 1 ആണ്. അപ്പോൾ g of mod x plus 1 എന്ന് പറഞ്ഞാൽ 2 into mod x plus 1 minus 1. പിന്നെ നെക്സ്റ്റ് 7th one. Let R be a relation on the set 1 2 3 given by R is equal to 1 1 1 2 2 1 2 3. Which among the following element to be included so that R becomes symmetric? ഇത് സിമെട്രിക് ആവണമെങ്കിൽ ഏത് എലമെന്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? 3 3 ഇൻക്ലൂഡ് ചെയ്താൽ അത് സിമെട്രിക് ആവില്ല, കാരണം ഇവിടെ 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 2 3 ഉണ്ട്, ഇനി 3 2 ആണ് വരേണ്ടത്, എന്നാലേ സിമെട്രിക് ആവുള്ളൂ. സോ വി ഷുഡ് ഇൻക്ലൂഡ് 3 2 ആയിരിക്കണം ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ, f of x equal to 8x cube, g of x equal to x raised to 1 by 3. Find g of f of x equal to g of 8x cube equal to x-ന് പകരം 8x cube. അപ്പോൾ 8x cube raised to 1 by 3 that's equal to 8 എന്ന് പറഞ്ഞാൽ 2 cube ആണ്, രണ്ടിനും raised to 1 by 3 വരും. 2 cube raised to 1 by 3, x cube raised to 1 by 3 that's equal to 2x. ഇതിന് ഈ 3യും 3യും ക്യാൻസൽ ആവുമ്പോൾ 2ഉം ഇവിടെയും 3 3 ക്യാൻസൽ ആവുമ്പോൾ 2x ആവും. ഇനി f of g of x, f of g of x എന്ന് പറഞ്ഞാൽ x raised to 1 by 3, f of x 8x cube ആണ്. അപ്പോൾ x-ന് പകരമാണ് നമുക്കിവിടെ x raised to 1 by 3 ഉള്ളത്. അപ്പോൾ 8 x-ന് വരെ x raised to 1 by 3 whole cube that's equal to 8x. അതിൽ നെക്സ്റ്റ് വൺ, next question. Show that the relation R in the set of real numbers defined as R is equal to set of ordered pair AB such that A less than or equal to B square is neither reflexive nor symmetric nor transitive. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല എന്ന് കാണിക്കണം. അപ്പോൾ R എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ഏത് സെറ്റിലാണ്? ഇറ്റ് ഈസ് റിലേഷൻ ഓൺ R, റിയൽ നമ്പേഴ്സിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്കത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ തന്നെ ശരിയായിട്ടില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു നമ്പർ തന്നെ അതിൽ ശരിയായി വന്നിട്ടില്ലെങ്കിൽ, റിഫ്ലെക്സീവ് ആയിട്ടില്ല, സിമെട്രിക് അല്ല, ഏതെങ്കിലും ഒന്ന് തന്നെ ചെയ്താൽ മതി, കാണിച്ചാൽ മതി. ഇപ്പം ഞാൻ ഒരു നമ്പർ എടുത്ത് ഒരു ഫ്രാക്ഷൻ എടുത്ത് നോക്കാം. കാരണം റിയൽ നമ്പേഴ്സ് ആകുമ്പോൾ ഫ്രാക്ഷൻ ഉണ്ടാവും, റാഷണൽ ഇറാഷണൽ കംപ്ലീറ്റ് നമ്പേഴ്സ് വരുന്നതാണ് അല്ലേ. ഇപ്പോൾ 1/2, 1/2 ഇത് രണ്ടും എലമെന്റ് ഓഫ് ആർ ആണ്. ഇറ്റ്സ് എൻ എലമെന്റ് ഓഫ് ആർ, റിയൽ നമ്പേഴ്സിൽ വരുന്നതാണ്. പക്ഷെ ഇത് സാറ്റിസ്ഫൈഡ് ആവുമോ നോക്കണം. എ എന്ന് പറയുന്നത് 1/2 ആണ്, ബി എന്ന് പറയുന്നത് 1/2 ബി സ്ക്വയർ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുക.
ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 സ്ക്വയർ, ദാറ്റ് ഈസ് 1/4. അപ്പോൾ 1/2 ഇസ് ഗ്രേറ്റർ ദാൻ 1/2 സ്ക്വയർ എന്നാണ് വരിക. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ therefore R is not reflexive. ഇങ്ങനെ ഒരു ഒറ്റ കണ്ടീഷൻ കാണിച്ചാൽ മതി സാറ്റിസ്ഫൈഡ് ആവാത്തത്. പിന്നെ നമ്മൾ സിമെട്രിക് നോക്കണം. 1,4 is an element of R as 1 is less than 4 square. അതാണ് നമ്മുടെ കണ്ടീഷൻ അല്ലേ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് 4 ലെസ് ദാൻ 1 സ്ക്വയർ. അത് ട്രൂ അല്ലല്ലോ. 4 is not less than 1 square. Therefore, R is not symmetric. Symmetric അല്ല. ഇനി നമ്മൾ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ 3, 2 എലമെന്റ് ഓഫ് R ആണ്. കാരണം 3 ലെസ് ദാൻ 4 സ്ക്വയർ. അതേപോലെ 2,1.5 is an element of R. ഇപ്പോൾ റീസൺ എന്താ? 3 ആദ്യത്തെ റീസൺ 3 is less than 2 square and 2 is less than 1.5 square. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3,1.5 സാറ്റിസ്ഫൈഡ് ആവണം അല്ലേ. അപ്പോൾ 3,1.5 എന്ന് പറയുമ്പം എന്താ വരുന്നത്? 3 is less than 1.5 സ്ക്വയർ എന്നാണ് വരുന്നത്. 3 is less than 1.5 സ്ക്വയർ എന്നാണ്. ഇത് ട്രൂ ആണോ? 1.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 2.25. അപ്പോൾ ദിസ് ഇസ് നോട്ട് ട്രൂ അല്ലേ. 3 is not less than 1.5 സ്ക്വയറിനേക്കാളും ലെസ് അല്ല 3. Therefore 3,1.5 is not an element of R. Therefore, R is not transitive. Hence, R is neither reflexive nor symmetric nor transitive. അപ്പോൾ ഈ ചാപ്റ്ററിൽ വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻ ബാങ്കായിട്ട് ഇടാം. ഓൾമോസ്റ്റ് കുറേ എല്ലാ ടൈപ്പിൽ വരുന്നതും നമ്മളിവിടെ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ളത്. ഫോക്കസ് ഏരിയയിൽ ബൈനറി ഓപ്പറേഷൻസ് വരുന്നില്ല. ബാക്കിയുള്ളതിൻ്റെ എല്ലാം കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ഇത് റിവൈസ് ചെയ്യുക. ബാക്കി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.